യെസ് Good സന്ധ്യ മാം, evening സ്റ്റാർട്ട് all. ചെയ്തോളൂ. Thank you, Archana ma'am. Good evening all. എൻ്റെ പേര് സന്ധ്യ നാരായണൻ. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാണ് എൻ്റെ സ്ഥലം. ബേസിക്കലി ഞാനൊരു ടീച്ചറാണ്. പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ 24th ബാച്ച്, അതായത് റണ്ണിംഗ് ബാച്ചിലെ ഒരു ലേണറാണ് ഞാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, വിൻബിൾ അക്കാദമിയുടെ കീഴിൽ നടന്നു വരുന്ന ട്രെയിനേഴ്സ് സ്റ്റോക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് പൂർത്തിയാക്കിയവരാണ് ഇവിടെ അവതാരകരായി എത്തുന്നത് നമുക്കറിയാം. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, സമൂഹത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ കോമ്പറ്റീഷനും വർക്ക് പ്രഷറും ഒക്കെ വളരെയധികം വർദ്ധിച്ചു വരുന്ന പ്രത്യേക സാഹചര്യത്തിൽ ട്രെയിനിങ്ങിന് വളരെയധികം അനന്തമായ സാധ്യതകളാണ് നമുക്ക് മുൻപിലുള്ളത്. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, ഞാനൊരു അധ്യാപികയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കൂളില് പല രീതിയിലുള്ള ട്രെയിനേഴ്സ് എടുത്തുമായിരുന്നു. ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കാനും, പാരന്റ്സിന് ട്രെയിനിങ് കൊടുക്കാനും, ദെൻ സ്റ്റുഡൻസിന് എക്സാമിന്റെ ഒക്കെ സമയമാകുമ്പോൾ ആങ്സൈറ്റി, സ്ട്രെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള ടിപ്സും ഒക്കെ ആയിട്ട് ധാരാളം ട്രെയിനേഴ്സ് എത്തുമായിരുന്നു. ഇതിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുമുണ്ട്. അങ്ങനെ ചില ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് എൻ്റെ ആറ്റിറ്റ്യൂഡിലും ക്ലാസ് റൂം മാനേജ്മെന്റിലും അങ്ങനെയുള്ള ക്ലാസ് റൂം ആക്ടിവിറ്റീസിലും ഒക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഒരു ട്രെയിനർ വന്നു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ട്രെയിനർ ആവാൻ താല്പര്യമുണ്ടോ, ആഗ്രഹമുണ്ടോ? അപ്പോഴാണ് എനിക്കൊരു എന്തുകൊണ്ട് ട്രെയിനർ ആയിക്കൂടാ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നത്. അങ്ങനെ ഞാൻ ഒരു ട്രെയിനിങ് കോഴ്സിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് കേരള ഗവൺമെന്റിന്റെ പ്രൊജക്റ്റില് ഒരു ഭാഗമാകാനൊക്കെ എനിക്ക് സാധിച്ചു. ഇവിടുത്തെ 23rd ബാച്ചിലെ നമ്മുടെ അംബിക മാം എൻ്റെ സുഹൃത്താണ്. അംബിക മാം ഇതുപോലെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, സന്ധ്യ, ഇതുപോലെ വിൻബിൾ അക്കാദമി എന്ന് പറഞ്ഞൊരു അക്കാദമി ഉണ്ട്, അക്കാദമിയിൽ ട്രെയിനിങ് കോഴ്സ് നടത്തുന്നുണ്ട്, വളരെ എഫക്റ്റീവ് ആണ് എന്നല്ല മാം എന്നോട് പറഞ്ഞത്, വളരെ എഫക്റ്റീവ് ആണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ആലോചിച്ചു, ചേരണോ? ദെൻ ഞാൻ നമ്മുടെ എല്ലാമായ അർച്ചന മാമിന് കോണ്ടാക്ട് ചെയ്തു. അപ്പോ മാം പറഞ്ഞു, ജോയിൻ ചെയ്യൂ. അങ്ങനെയാണ് വിൻബിൾ അക്കാദമിയുടെ ഭാഗമാകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. ഈ നമ്മളുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആക്ച്വലി 24th ബാച്ചില് ഏകദേശം 20-ന് മേൽ ആളുകൾ ഉണ്ട്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അതൊരു 1-to-1 സെഷൻ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ ബാച്ചിലെ എല്ലാവർക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഫൈസൽ സാർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരാൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ സാറേ എന്നൊരു വിളി വന്നാൽ സാർ അവിടെ ആ സംസാരം സ്റ്റോപ്പ് ചെയ്ത് ആ സംശയം നിവാരണം ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത പോയിന്റിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് ഫീൽ ചെയ്യുന്നത്. ദെൻ നമ്മുടെ അർച്ചന മാം, നമ്മള് നിഷ് വോയിസ് ഇടുന്നത് 5 മിനിറ്റിന്റെ നിഷ് വോയിസ് ആണ് നമ്മൾ ഇടുന്നത്. അതില് വളരെ മൈന്യൂട്ടായ പോയിന്റ്സ് വരെ നമ്മൾ ചിലപ്പോൾ നോട്ട് ചെയ്യാത്ത കാര്യമായിരിക്കും. പക്ഷെ അതുവരെ മാം വളരെ കൃത്യമായിട്ട്, എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. ആ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മാം നമുക്ക് അതിന്റെ ഫീഡ്ബാക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിൻബിൾ അക്കാദമിയുടെ എല്ലാമായ ഫൈസൽ സാറിനും ഒപ്പം അർച്ചന മാമിനും വളരെ സ്നേഹത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ നന്ദി പറയുന്നു. ദെൻ നമ്മുടെ ഇന്നത്തെ ട്രെയിനർ ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഫൈസൽ സാറാണ്. ഫൈസൽ സാറ് 23-ാമത്തെ, അതായത് 23rd ബാച്ചിലെ ട്രെയിനറാണ്. കോഴിക്കോട് വടകരയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. ദുബായിൽ സീനിയർ സൂപ്പർവൈസർ ആണ്. ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിൽ സീനിയർ സൂപ്പർവൈസർ ആയിട്ടാണ് ഫൈസൽ സാർ ജോലി ചെയ്യുന്നത്. 18 വർഷമായി ടെലികോം ഫീൽഡിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്.
ഇപ്പോൾ ഏകദേശം 10 വർഷത്തോളമായി അദ്ദേഹം ദുബൈയിലാണ് ഉള്ളത്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ സെഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നോട്ട്ബുക്ക് LM എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുക. അദ്ദേഹത്തിന്റെ സെഷൻ നോട്ട്ബുക്ക് LM എന്ന ഒരു AI ടൂളിനെ കുറിച്ചാണ്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗപ്പെടുത്തി ലേണിംഗ് എങ്ങനെ മനോഹരമാക്കാം, ഇഫക്റ്റീവ് ആക്കാം എന്നതിനെ കുറിച്ച് അദ്ദേഹം ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം 24th ബാച്ചിലെ എന്റെ കോലേണേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പിൻപിൾ അക്കാദമിയുടെ സ്ഥാപകനായ നമ്മുടെ സ്വന്തം ഫൈസൽ സാറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും മെന്ററായ അർച്ചന മാം തികച്ചും നമ്മൾ അഭിനന്ദിക്കേണ്ട വ്യക്തിയാണ്. അർച്ചന മാമിനെയും വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഒത്തിരി നന്ദിയോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് ഇവിടെ ഈ ട്രെയിനേഴ്സ് ടോക്ക് ഫൈസൽ സാറിന്റെ അടിപൊളി സെഷൻ കേൾക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെയും ഒരുപാട് സന്തോഷത്തോടെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഫൈസൽ സാറിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ക്ഷണിക്കുന്നു. ഫൈസൽ സാർ, the platform is open for you. Welcome, Faisal sir. Thank you, ma'am. Thank you so much. Thank you for your wonderful introduction. Thank you. Thank you all. നമുക്ക് തുടങ്ങാല്ലേ? Yes, Faisal sir. Shall we start? വീഡിയോ ഓൺ അല്ല. Good evening, everyone. ഫൈസിലെ വീഡിയോ ഓൺ അല്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? Yes, video on ആണ്. മാം 2 ID ഉണ്ട്. ഫൈസൽ വടകര എന്നും ഫൈസൽ വടകര 2 എന്നും ഉണ്ട്. സോ ഫൈസൽ വടകരയിൽ ഇൻവിസിബിൾ. ലാപ്ടോപ്പിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട്. ഇറ്റ്സ് ഓക്കെ. തുടങ്ങിക്കോളൂ. ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായി ഇങ്ങനൊരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്ന സന്ധ്യ മാമിന് ഞാൻ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതേപോലെ എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയ വിംബിളിന്റെ അണിയറ പ്രവർത്തകരോടും അർച്ചന മാമിനോടും വിംബിളിന്റെ എല്ലാമായ സ്ഥാപകനായ ഫൈസൽ സാറിനോടും അകമഴിഞ്ഞ നന്ദി ആദ്യമേ അറിയിക്കട്ടെ. അതേപോലെ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിയ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. നേരത്തെ നമ്മുടെ സന്ധ്യ മാം പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും, നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നോട്ട്ബുക്ക് LM എന്നുള്ളതാണ്. നോട്ട്ബുക്ക് LMനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ചിലരൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ അല്ലെ? ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഉപയോഗിച്ചിട്ടില്ല. ഇല്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാനും അതെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാം. ഞാൻ അത് ഒരു പ്രാക്ടിക്കൽ സെഷനും കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നമുക്കത് ലൈവായി കാണിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളതും നമുക്ക് നോക്കാം. അപ്പോ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ നമുക്ക് ഒരുപാട് AI ടൂളുകൾ ഇപ്പൊ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോ ഈ ഒരു AI ടൂളുകളിൽ നിന്നും നോട്ട്ബുക്ക് LM എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ? യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ? നോട്ട്ബുക്ക് LM നമുക്ക് ഒരുപാട് ടൂളുകൾ ഇപ്പൊ AI ടൂളുകൾ മാർക്കറ്റിലുണ്ട്. ജെമിനായി, ChatGPT, DeepSeek, അങ്ങനെ ഒരുപാട് AI ടൂളുകൾ ഉണ്ട്. പക്ഷെ ഇതിൽ നിന്നും നോട്ട്ബുക്ക് LM ഒരു കാര്യത്തിൽ വ്യത്യസ്തമാണ്. അതെന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഉപയോഗിക്കുന്ന ആളുകളുണ്ടല്ലോ. ഹലോ ഫൈസൽ സാറേ, ഗുഡ് ഈവനിങ്. അനസ് സർ, ഗുഡ് ഈവനിങ്. നമുക്ക് ജെമിനി, ChatGPT അങ്ങനെയുള്ള ഒരുപാട് AI ടൂളുകൾ ഉണ്ടെങ്കിലും
അതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കുമെങ്കിലും ലേണിംഗ് പർപ്പസിന് ഒരു സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒക്കെ എക്സ്പെഷ്യലി എടുത്തു പറയാൻ ഈ നോട്ട്ബുക്ക് എല്ലാം ടൂള് കൂടുതലായിട്ടും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച് അനസ് സർ. അതെ, വളരെ കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് ഒരു പ്രത്യേകതയായി ഇതിനെടുത്ത് പറയാൻ കഴിയുന്നത് മറ്റ് ടൂളുകളെല്ലാം തന്നെ ഒരു ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വലിയ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ ഒരു ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തരുന്നത്. പക്ഷെ നോട്ട്ബുക്ക് എല്ലാം നമ്മൾക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ തരുന്നത് നമ്മൾ തന്നെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരുപാട് നോട്ട്സുകൾ ഉണ്ട്, ഒരുപാട് ഓഡിയോസ് ഉണ്ട്, ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഒരുപാട് കണ്ടന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമുക്കതെല്ലാം കൂടി കവർ ചെയ്യാൻ സമയമില്ല എന്നിരിക്കുമ്പോൾ നമുക്കത് വളരെ പെട്ടെന്ന് കിട്ടാനുള്ള ഒരു വഴി അതാണ് നോട്ട്ബുക്ക് എല്ലാം. നമുക്കൊരു സ്പെഷ്യലൈസ്ഡ് ട്യൂട്ടർ എന്ന് പറയാം. നമുക്ക് സ്വന്തമായിട്ട് ഒരു ടീച്ചർ, ഒരു ട്യൂഷൻ ടീച്ചർ നമുക്ക് സ്വന്തമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് നോട്ട്ബുക്ക് എല്ലാം. നമ്മളിപ്പോ ഒരുപാട് പേര് ഇതിൽ നമ്മളെ ട്രെയിൻ ദ ട്രെയിനർ കോഴ്സ് കഴിഞ്ഞവരാണ്. എൻ്റെ ബാച്ച്മേറ്റ്സ് ഉണ്ട് ഒരുപാട് പേര് ഇതിൽ. സൂസൻ മാം, അംബിക മാം, സതീശൻ സാർ, അങ്ങനെ ഒരുപാട് പേര് ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് നോട്ട്സുകൾ ഉണ്ട്. ഈ ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് നോട്ടുകളുണ്ട്. ഈ നോട്ടുകളിൽ പല വിവരങ്ങളും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ആവശ്യമുള്ള സംഗതികളൊക്കെ കിട്ടി. അങ്ങനെ ഇരിക്കും, അടിപൊളിയല്ലേ? അപ്പൊ അതാണ് നോട്ട്ബുക്ക് എല്ലാം. നമ്മുടെ കയ്യിലുള്ള പല വിധങ്ങളായിട്ടുള്ള സോഴ്സുകൾ, ഈ സോഴ്സുകൾ നമ്മൾ നോട്ട്ബുക്ക് എല്ലമിലേക്ക് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലുള്ള കണ്ടന്റ് നമുക്ക് ലഭിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യേ വേണ്ടൂ. അപ്പോഴത്തേക്ക് അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടും. നേരത്തെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ ഒരു ജെമിനയോട് അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് മൊത്തം ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ നമുക്ക് തരുന്നത്. ഇത് പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കൊണ്ട് അവിടെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്ന എന്താണ്, 100% കൃത്യമാണെന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ കഴിയും ആ ഡാറ്റ. അതിൽ ഹാലൂസിനേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ ചാറ്റ് ജിപിടിയോട് ജെമിനയോട് ചില കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തികച്ചും സത്യമാണെന്ന് തോന്നുന്ന രീതിയിൽ അത് തെറ്റായ ഇൻഫർമേഷൻ നമുക്ക് തരും. നമുക്ക് അനുഭവം ഉണ്ടാവും. ചില കാര്യങ്ങൾ നമ്മൾ ജെമിനയോട് ചോദിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ അത് തെറ്റായിരിക്കും, പക്ഷെ അത് ശരിയാകുന്ന രൂപത്തിൽ നമുക്ക് തരും. നമ്മൾ കൺഫ്യൂഷൻ ആവും. പക്ഷെ ഇവിടെ നമ്മുടെ കയ്യിൽ ഡാറ്റയുണ്ട്. ഈ ഇരിക്കുന്ന ഡാറ്റ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. നമുക്ക് മൾട്ടി മോഡ് ഓഫ് സോഴ്സ് നമ്മുടെ കയ്യിൽ ചിലപ്പോ PDF ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ ഓഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടന്റ്, വെബ്സൈറ്റ്, ഇതെല്ലാം തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും. നമ്മൾ ഒരു സോഴ്സ് ആയിക്കൊണ്ട് ഈ ഒരു കണ്ടന്റ് എല്ലാം തന്നെ നമുക്ക് നോട്ട്ബുക്ക് എല്ലമിലേക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളതാണ്. നമുക്ക് ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് പോലെ നമുക്ക് ഓരോന്നിനും കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം. നമുക്ക് ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് പോലെ ഓരോന്നിനും ഓരോരോ ടീച്ചറെ വെക്കാൻ പറ്റുന്ന രീതിയിൽ. ഞാനിപ്പോ പഠിക്കുന്ന കുട്ടിയാണ്, ഒരു 10ാം ക്ലാസ്സിലെ +2 പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ എനിക്ക് എൻ്റെ മാത്സിന് വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്ക് എല്ലമിൽ ഒരു സബ്ജക്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അതേപോലെ സയൻസിന് വേണ്ടി ഒരു സബ്ജക്ട് ക്രിയേറ്റ് ചെയ്യാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് നോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നോട്ടുകളെല്ലാം തന്നെ എനിക്ക് ആവശ്യമുള്ള രീതിയിൽ അത് വിവിധ രൂപത്തിൽ എനിക്ക് കിട്ടും എന്നുള്ളതാണ്. അതിന്റെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റന്റ് ജനറേഷൻ ഓഫ് സ്റ്റഡി മെറ്റീരിയൽസ് എന്നുള്ളതാണ്. അതായത് ഞാൻ ഈ കൊടുക്കുന്ന പാഠഭാഗങ്ങൾ എനിക്കൊരു വോയിസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ ഈ ലേബർ ഇന്ത്യ, അതേപോലെ വലിയ വലിയ സ്റ്റഡി ഗൈഡുകൾ, ക്വസ്റ്റ്യൻ ബാങ്ക്, ഇതൊക്കെ എടുത്തായിരുന്നു പോകുന്നത്. ഇപ്പൊ അതിന്റെയൊക്കെ കാലം മാറി. നമുക്ക് ജസ്റ്റ് നമ്മൾ ഒരു കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഫിസിക്സിന്റെ മൊത്തം കണ്ടന്റ് ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാണ്. ഈ നോട്ട്ബുക്ക് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക്
300 പ്രോ വേർഷൻ ആണെങ്കിൽ 300-ലധികം സോഴ്സുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് ഒരു നോട്ട്ബുക്കിലാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ മാത്സിന്റെ നോട്ട്ബുക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് എനിക്ക് 300ഓളം സോഴ്സുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് ആവശ്യമുള്ള രീതിയിൽ, അതായത് വ്യത്യസ്ത രീതിയിൽ മീൻസ് എനിക്കത് ഓഡിയോ ആയിട്ട് കിട്ടും, പിന്നെ അത് വീഡിയോ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ എനിക്കത് ഒരു പോസ്റ്റർ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ക്വിസ് രൂപത്തിൽ, ഈ നമ്മളിപ്പോ PSC ഒക്കെ പഠിക്കുകയാണെങ്കിൽ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊരു FAQ ക്വസ്റ്റ്യൻ മോഡലിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കൊരു ഫ്ലാഷ് കാർഡ് രൂപത്തിൽ. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പോഡ്കാസ്റ്റ് രൂപത്തിൽ പോലും നമ്മൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു വിഷയം, നമ്മളിപ്പോ AI-യുടെ സാധ്യതകൾ എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഇപ്പോ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരു 2 പേര് ചർച്ച ചെയ്യുന്ന രൂപത്തിൽ നമുക്കത് ഓഡിയോ ആയിട്ട് കിട്ടുമെന്നുള്ളതാണ്. ആ ഓഡിയോയുടെ ഇടയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമുക്കൊരു സംശയം തോന്നുകയാണ്, എന്ത്, ഈ ഒരു വിഷയം എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അപ്പൊ തന്നെ നമുക്കതിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ചോദിക്കാം, ഈ ഒരു വിഷയം മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി ക്യാൻ യു. ഇപ്പൊ അത് ഇംഗ്ലീഷിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ, മലയാളത്തിൽ ലഭ്യമല്ല. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ അത് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് ചോദിക്കാം ജോയിൻ ചെയ്തുകൊണ്ട്, ഇതെനിക്ക് മനസ്സിലായിട്ടില്ല, ക്യാൻ യു റിപ്പീറ്റ് ദിസ് ഓർ ക്യാൻ യു പ്ലീസ് ഡിസ്ക്രൈബ് മോർ ദിസ് വൺ. അപ്പൊ നമ്മൾ അത് ഒരു ഓക്കെ യുവർ ക്വസ്റ്റ്യൻ ഈസ് വണ്ടർഫുൾ എന്ന് പറഞ്ഞ് കൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കത് കൂടുതൽ വിശദീകരിച്ചു തരും കാര്യങ്ങൾ. എന്നിട്ടാണ് ആ ഓഡിയോന്റെ മുഴുവൻ കണ്ടന്റിലേക്ക് പോവുകയുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഒന്നാമത് നമുക്കൊരു പേഴ്സണൽ ട്യൂട്ടർ ആയിക്കൊണ്ട് ഇത് ആക്ട് ചെയ്യുന്നു. രണ്ടാമത് നമുക്കൊരു ഇൻസ്റ്റന്റ് സ്റ്റഡി മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്ത് തരുന്നു. മൂന്നാമത് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് തരുന്നു, അതായത് നമുക്ക് വീഡിയോ ആയിട്ട് കണ്ടന്റ് കിട്ടുകയാണ്. നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ വീഡിയോ ആയിട്ട് കിട്ടുന്നു. കൂടാതെ നമുക്കൊരു പോസ്റ്റർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കിട്ടുന്നു. അല്ലെങ്കിൽ നമുക്കൊരു പവർ പോയിന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ്, ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് പേര് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതല്ലേ, നമ്മുടെ കയ്യിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ഈ കണ്ടന്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോട്ട്ബുക്കിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസന്റേഷൻ ആയിട്ട് നമുക്ക് തരുന്നു. നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് നമ്മളൊന്നും ചെയ്യണ്ട, അത് ക്രിയേറ്റ് ചെയ്ത് തരുന്നു. അപ്പൊ സംഭവം അടിപൊളിയല്ലേ? അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകുന്നതിനേക്കാളും നല്ലത് നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കൂടുതൽ പഠിക്കാമല്ലോ നമുക്ക്. എന്താണ് അഭിപ്രായം? യെസ് യെസ് Yes, yes, നല്ലതായിരുന്നു. yes. യെസ് സർ. ഓക്കെ, ഒന്ന് തന്നെ ഹോസ്റ്റ് ആക്കാവോ? ഓൾറെഡി ഈ ആണ് കേട്ടോ. ഫൈസൽ ആണോ? ഏതാക്കേണ്ടത്? രണ്ടാമത്തെ ഫൈസൽ വടകര 2 ഫൈസൽ ആണോ? 1. അതെ, 2. ഓക്കെ ഓക്കെ. കാണാൻ കഴിയുന്നുണ്ടോ? എന്റെ സ്ക്രീൻ ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ടോ? സ്ക്രീനില് വേറൊന്നും കാണുന്നില്ല, എനിക്കൊന്നും കാണുന്നില്ല. ഓക്കെ, സ്ക്രീന് ഇപ്പൊ ഷെയർ ചെയ്യുന്നേ ആ ഇപ്പൊ കാണാം, മാത്സ് എന്നും പറഞ്ഞു. ഈ ചിത്രങ്ങൾ ഓക്കെ. പ്രൈമറി സ്കൂൾ, അതല്ലേ? അതെ, നമ്മള് ജസ്റ്റ് ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട്ബുക്ക് എല്ലാം ഒന്ന് ടൈപ്പ് ചെയ്യുക. എന്നാൽ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഓപ്പൺ ആവുന്നത് സ്ക്രീന് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിൽ ID കൊടുത്തുകൊണ്ട് ട്രൈ നോട്ട്ബുക്ക് എല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ഓപ്പൺ ആവും. ഓക്കെ, അപ്പൊ ഇതിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ ക്രിയേറ്റ് നോട്ട്ബുക്ക് എന്നുള്ളൊരു ഐക്കൺ കാണുന്നില്ലേ? യെസ്. ഓക്കെ, അതിൽ ജസ്റ്റ് ക്രിയേറ്റ് നോട്ട്ബുക്ക് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും അപ്ലോഡ് ഫയൽസ്. നമുക്ക് എന്തൊക്കെ ഫയൽസ് സോഴ്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നു, അപ്ലോഡ് ഫയൽസ് കണ്ടോ? ഇവിടെ ഇപ്പോ അപ്ലോഡ് ഫയൽസ് കണ്ടു.
ഞാൻ എൻ്റെ മകന്റെ ഒരു മലയാളം പാഠമുണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ അപ്ലോഡായി. ആ മെറ്റീരിയൽ എന്താണെന്ന് കൂടി ഞാനൊന്ന് കാണിക്കാം. ഈ കാണുന്ന ഒരു കവിതയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൻ്റെ പാഠഭാഗമാണ്. അപ്പൊ അതിന്റെ ഒരു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ കാണുന്നത്. ജസ്റ്റ് ഇപ്പൊ ഞാന് ഇതിന്റെ ഔട്ട്പുട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് മലയാളം ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ മലയാളം, ഇംഗ്ലീഷും ആണെങ്കിൽ ഇംഗ്ലീഷ് കിട്ടും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കണ്ടന്റ് കാണാൻ കഴിയും. ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലെ? ഈ അപ്ലോഡ് ചെയ്തതിന്റെ ഭാഗമാണ് ഇവിടെ കാണുന്നത്. കൂടാതെ ഇതിന്റെ അടിയിൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാണാം. ഈ കവിതയിലെ പ്രധാന ആശയങ്ങളും പഠന ലക്ഷ്യങ്ങളും വിശദീകരിക്കാമോ? വിദ്യാലയത്തെ ഒരു ജീവനുള്ള സത്യയായി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടോ? കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ? കാണാം. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ കൊടുത്ത സോഴ്സ് ഉള്ളത്, ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കാണുന്നത്. അതേപോലെ ഇതിൽ 3 ഓപ്ഷനാണ്. ഒന്ന് സോഴ്സ്, ചാറ്റ്, പിന്നെ സ്റ്റുഡിയോ. ഈ സ്റ്റുഡിയോയിലാണ് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചറുകളും അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ഈ സ്റ്റുഡിയോയില് ഇതിൽ ഓഡിയോ ഓവർവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടന്റ് മൊത്തം ഓഡിയോ ആയി കിട്ടും. അതേപോലെ വീഡിയോ ഓവർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ആയിട്ട് കിട്ടും. കൂടാതെ കിസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടന്റ് മൊത്തം ഇപ്പൊ കൊടുത്ത കണ്ടന്റ് കിസ്സായി കിട്ടും. അതേപോലെ മൈൻഡ് മാപ്പ് എന്നുള്ളതുകൊണ്ട് മൊത്തം ഈ പാഠഭാഗത്തിലെ ഓരോ കാര്യങ്ങളും മൈൻഡ് മാപ്പ് കൊണ്ട് നമുക്കിത് കിട്ടും. അപ്പൊ ഇതിൽ ഓൾറെഡി ഞാൻ ഒരു കിസ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇത് വർക്ക് ആവുന്നുണ്ട്. ഇത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. കുറച്ചൊരു സമയം എടുക്കും. ഞാൻ ഓൾറെഡി ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ. കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അതിലേക്ക് ഇത് കണ്ടോ? ഇവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അല്ലെ? ഇതില് ഓഡിയോ ക്രിയേറ്റ് ആയതാണിത്. സോറി, ഇത് വീഡിയോ ആണ്. വീഡിയോ ഇപ്പൊ ഇംഗ്ലീഷ് മോഡിലാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ കിസ് ചെയ്താൽ, ഞാൻ കിസ് ഒന്ന് ഓപ്പൺ ആക്കാം. കണ്ടോ? ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കിസ് ആണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ? സ്കൂൾ എന്ന കവിത എഴുതിയത് ആരാണ്? അപ്പൊ ആരാന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ ONV കുറിപ്പ് എടുത്തു. അത് തെറ്റാണ്. അപ്പൊ തെറ്റായി കാണിച്ചു. ജീവൻ SM, റൈറ്റ് ആൻസർ ഇവിടെ കാണിച്ചു. ഞാൻ നെക്സ്റ്റിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ വന്നു. അങ്ങനെ 10ഓളം ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. അതും നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാം, ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ടഫ് ആയിട്ടുള്ളത് വേണോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ളത് വേണോ, അതൊക്കെ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും. നോക്കിയത് കിസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കണ്ട നമുക്ക് ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഈ സ്റ്റാൻഡേർഡ്, മോറ്, അങ്ങനെ ഓരോ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നതിനനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ എക്സ്പേർട്ട് ആവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഇതില് കിസ് ഓപ്ഷൻ നിങ്ങൾ കണ്ടല്ലോ. അതേപോലെ ഫ്ലാഷ് കാർഡ്. പിന്നെ ഈ ഒരു ചാപ്റ്റർ മൊത്തം ഇൻഫോഗ്രാഫിക്, നമുക്കൊരു പിക്ചർ രൂപത്തിൽ ഇതിൽ ക്രിയേറ്റ് ആയതാണ് ഇവിടെ കാണുന്നത്. ജസ്റ്റ് കാണാൻ കഴിയും. ഈ ഒരു ഞാൻ നേരത്തെ കൊടുത്ത കണ്ടന്റ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒരു പോസ്റ്റർ രൂപത്തിൽ ആ പാഠഭാഗത്ത് പഠിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഇതിൽ
വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരുപാട് ട്രെയിനിങ്ങിന്റെ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് ജസ്റ്റ് നമ്മൾ പോയിന്റ് മാത്രമായിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അതല്ല നമുക്ക് PDF ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ PDF ആയിട്ട് കിട്ടും. പിന്നെ മൈൻഡ് മാപ്പ് ആണ്. ഇപ്പൊ ഞാനൊരു സോഷ്യൽ സ്റ്റഡീസിന്റെ മകന്റെ ചാപ്റ്റർ ഒന്ന് അപ്ലോഡ് ചെയ്തതാണ്, ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊരു മൈൻഡ് മാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ, മൈൻഡ് മാപ്പ്. ഇത് ഞാൻ മോന്റെ കുറെ ചാപ്റ്ററുകൾ ജസ്റ്റ് പാഠഭാഗം ഒന്ന് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ മൈൻഡ് മാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ, നമ്മൾ പറഞ്ഞ സ്റ്റുഡിയോയിലുള്ള ഓപ്ഷൻസ് ആണ് ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ. മൈൻഡ് മാപ്പ് ഒന്നും കാണുന്നില്ലല്ലോ. ഓഡിയോ, വീഡിയോ, റിപ്പോർട്ട്സ്, ക്വിസ്, ഡേറ്റ ഞാൻ ടേബിൾ. കഴ്സർ മൂവ് ചെയ്യുന്ന സ്ഥലത്ത് മൈൻഡ് മാപ്പ് കണ്ടോ, കാണുന്നില്ല? നിങ്ങൾക്കൊക്കെ കാണാവോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാണുന്നുണ്ട്. ഓക്കെ. ഞാൻ ഇത് ഓഫ് ചെയ്യാം, അതാണ് കൺഫ്യൂഷൻ. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ? അതെ, ഇതിൽ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, കുഴപ്പമില്ല, ക്യാരി ഓൺ. ഇതില് Others are ഓക്കെ. seeing it. സൂസൻ മാം ഫോൺ നേരെയാണോ വെച്ചേക്കുന്നത്? ചരിച്ചു വെക്കാവോ? ഫോണിനാണോ? ഫോണല്ല, ഞാൻ മൊബൈലാ. അല്ല, ഓക്കെ. മൊബൈലല്ല, രണ്ടൊന്നും. ലാപ്ടോപ്പാ. ഇതില് ഇപ്പൊ ക്രിയേറ്റ് ഈ മൈൻഡ് മാപ്പ് ത്രൂ ഈ ഒരു സോഷ്യൽ സ്റ്റഡീസിന്റെ പാഠഭാഗങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതെ, ആർക്കിടെക്ചർ ഇത് കണ്ടോ, ഈ മൊത്തം പാഠത്തിലെ മുഴുവൻ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. നമ്മളൊരു വലിയ ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്യൂലേ, അതേപോലെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യേണ്ട താമസം, സോറി, അത് വീണ്ടും ഡിവൈഡ് ആവും. സോറി, ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ. ഇതിപ്പോ മേജർ ലാൻഡ് ഫോംസ് കണ്ടോ നിങ്ങൾ, മൗണ്ടെയിൻസ്, ഹിൽസ്, പ്ലാറ്റ്യൂസ്, പ്ലെയിൻസ്, റിവേഴ്സ്, ഡിസേർട്ട്, വാലീസ്. അപ്പോ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, നമ്മളിപ്പോ സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ വർഷത്തും ഒരുപാട് വർഷങ്ങളും ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം, രണ്ടാം സ്വാതന്ത്ര്യ സമരം, ഇങ്ങനെയൊക്കെ ഓരോന്നും പഠിച്ചിട്ടുണ്ടാവല്ലോ. അതൊക്കെ ഓരോ വർഷങ്ങൾ തിരിച്ചിട്ടും ഓരോ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നും സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ടോ സൂസൻ മാമിന്? കാണാം. ഓക്കെ, യെസ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് വേറൊരു വിഭാഗമായി വന്നു കണ്ടോ. അപ്പോ നമ്മൾ ആ ഓപ്ഷൻ പറഞ്ഞു. ഇനി നമുക്ക് പിന്നെ ഫ്ലാഷ് കാർഡ്സ് ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഞാൻ ലൈവായിട്ട് ജനറേറ്റ് ചെയ്യാൻ സമയം പോകുന്നുണ്ടാണ്. ഇതുണ്ടോ, ഇതിൽ ഫ്ലാഷ് കാർഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാഠഭാഗത്ത് ബേസ് ചെയ്തുകൊണ്ടുള്ള ഫ്ലാഷ് കാർഡ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതൊരു കോഴ്സ് പോലെ നമുക്ക് ജനറേറ്റ് ചെയ്ത ഒരു കാർഡ് ജനറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പാഠഭാഗത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. വാട്ട് ആർ ദ വേരിയേഷൻ ഓൺ ദ ഷേപ്പ് ഓഫ് ദ ലാൻഡ് ഓൺ ദ എർത്ത് സർഫേസ് കോൾഡ്. അപ്പൊ നമ്മൾ ആൻസർ നമ്മൾ തന്നെ പറഞ്ഞു നോക്കുക. നമ്മൾ സി ദ ആൻസർ എന്ന് പറഞ്ഞ ആൻസർ ആണ് റിലീഫ് ഫോർ ഫിസിക്കൽ ഫീച്ചേഴ്സ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ടിക്ക് ചെയ്യാം നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആണോ. അവസാനം ടോട്ടൽ മാർക്സ് അവിടെ കാണിക്കും. അതേപോലെ നെക്സ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നും നമ്മളൊരു ഇംഗ്ലീഷ് ചാപ്റ്റർ കൊടുത്തിട്ട് ഇംഗ്ലീഷിലുള്ള കണ്ടന്റ് മുഴുവൻ കൊടുത്തിട്ട് നമുക്കത് അറബിയിൽ വേണമെങ്കിൽ അറബിയിൽ ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോ കൊടുത്ത ഈ സ്കൂൾ എന്നുള്ള പാഠഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ ഇതിന്റെ ഓഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കിത് ഓഡിയോ വേണ്ടത് ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ മാറ്റിയിട്ട് ഇംഗ്ലീഷ് ആക്കി കൊടുത്താൽ മതി. ഇപ്പൊ മലയാളമുള്ള ഇംഗ്ലീഷ് ആക്കിയാൽ ഇതിന്റെ ഓഡിയോ ഓവർവ്യൂ എനിക്ക് ഇംഗ്ലീഷിൽ കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഒരു അറബി ഡോക്യുമെന്റ് ഉണ്ടെന്ന് വെച്ചോ, ആ അറബി ഡോക്യുമെന്റിനെ നിങ്ങൾക്ക് മലയാളത്തിൽ കേൾക്കണം എന്ന് വെച്ചോ, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക, ജസ്റ്റ് ഓഡിയോ ഓവർവ്യൂ കൊടുക്കുക, അതിനുശേഷം അതിൽ മലയാളം ആക്കി കൊടുക്കുക.
ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും കുറച്ച് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണേ. അതൊന്നുകൂടി ഒന്ന് അത് ഏതിലാണ്? ഫ്ലാഷ് കാർഡ്സിലാണോ? അല്ലല്ലോ, ഇപ്പൊ ഞാനിപ്പോ തുറന്നു ചെയ്യാൻ പറഞ്ഞത്. കണ്ടോ, ഫ്ലാഷ് കാർഡ്സിലാണ് എല്ലാത്തിലും ഓപ്ഷൻ ഉണ്ട്. അത് വീഡിയോ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും നമ്മൾ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതില് സ്റ്റുഡിയോയിൽ കാണുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഈ ഓപ്ഷൻസിലെല്ലാം തന്നെ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് കണ്ടോ, ഫ്യൂവർ, സ്റ്റാൻഡേർഡ്, മോർ, ഈസി, ഹാർഡ്. അത് കൂടാതെ നമുക്ക് നമ്മുടേതായ കുറച്ച് കസ്റ്റമൈസ് വേണമെങ്കിൽ അതും ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ കൊടുക്കാം. അപ്പൊ എന്നിട്ട് ജനറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ജനറേറ്റ് ആവും. ജനറേറ്റ് ആവുന്നതിന്റെ ഇതിങ്ങനെ സിമ്പിൾ ഇവിടെ കണ്ടോ, ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയും. മനസ്സിലായിട്ടുണ്ടല്ലോ ഇപ്പൊ? സർ ആ ജനറേറ്റ് ആയത് ഫൈസൽ സർ, ആ ആ ജനറേറ്റ് ആയത് നമ്മൾ ഓൾറെഡി ആഡഡിന്റെ ഒപ്പം ആഡ് ആവോ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് വരുമോ? സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വരും. ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഈ ഫ്ലാഷ് കാർഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ഫയലായിട്ട് അവിടെ ജനറേറ്റ് ആവും. അപ്പൊ ഇതൊക്കെ എങ്ങനെ ക്ലബ് ചെയ്യാം സർ? നമുക്ക് ഒരു മെറ്റീരിയൽ ആയിട്ട് ക്ലബ് ചെയ്യണം, ഒരു ടോപ്പിക് റിലേറ്റഡ് ആവശ്യമുണ്ടോ? നമുക്കൊരു ഏതാണോ വേണ്ടത് അത് ക്രിയേറ്റ് ചെയ്യാം. ഇത് നമുക്ക് വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. അല്ല സർ, ഇപ്പൊ ജനറേറ്റ് ഫ്ലാഷ് കാർഡ് ഓൾറെഡി അത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തു, നമ്മൾ കസ്റ്റമൈസ് ചെയ്തപ്പോ ഓൾറെഡി ഉള്ള ഫ്ലാഷ് കാർഡിനൊപ്പം ഇത് ആഡ് ആവോ? ഇല്ല, അതെ, ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണല്ലോ വരിക. കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നല്ലേ ഉള്ളൂ. നമ്മൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള വരും. അപ്പൊ നമുക്ക് അത് നിലനിർത്തിക്കൊണ്ട് മറ്റത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ. ഈ ജനറേറ്റഡ് ആയിട്ടുള്ളതിനെ എവിടെയാ സേവ് ചെയ്യുന്നത്? വേർ ഡു യു സേവ് ദം? ഓക്കെ, അത് പറയാം. നമ്മൾ ഇപ്പൊ ഇത് ഒരു വീഡിയോ ആണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. കണ്ടോ, ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇംഗ്ലീഷിലാണ് ജനറേറ്റ്. കണ്ടോളെ, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടാവില്ല അല്ലെ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? The classrooms are quiet. It is a space built for loud, chaotic energy, and right now it is perfectly still. We usually focus on how much children miss their friends when they are away, but we rarely consider that. ഇതാണ് സംഭവം. ഇതില് നമ്മള് സാറ് നേരത്തെ ചോദിച്ചല്ലോ എവിടെ നമ്മൾ സേവ് ചെയ്യും. ഇതിലൊരു 3 ഡോട്ട് കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം, സേവ് ചെയ്ത് വെക്കാം. ഇതേ ഡൗൺലോഡ് ആവുന്നു. സാർ ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, ഗുഡ്. താങ്ക് യു. സർ, നമ്മൾ ഇതിൽ തന്നെ സേവ് ആവില്ല, നമ്മൾ നെക്സ്റ്റ് ടൈം പോകുമ്പോ അത് കാണാൻ പറ്റുമോ? ഇതിലുണ്ടാവും. അതാണ് ഞാൻ ഈ സേവ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ ഒരുപാട് ഫയൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ചോദിച്ചോളൂ. നമ്മൾ ഈ മൈൻഡ് മാപ്പ് നമ്മൾ ചെയ്തില്ലായിരുന്നോ? അതെ, അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ? മൈൻഡ് മാപ്പ് നോക്കിയിട്ട് നടന്നില്ലായിരുന്നു. ആണോ? നമുക്ക് നോക്കാം ഓപ്ഷൻ ഉണ്ടോ. ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സേവ് ആവുമ്പോ പിന്നെ അത് അതേപോലെ യൂസ് ചെയ്യാൻ പറ്റുമോ? അത് ആ ഒരു രീതിയിലാണല്ലോ വരുന്നത്. ഒരു കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു കണ്ടന്റ് ഓപ്പൺ ആയി വരുന്നു. അങ്ങനെ ഒരു ഫോർമാറ്റിലാണല്ലോ വരുന്നത്. അതുകൊണ്ടായിരിക്കണം അത് ഡൗൺലോഡ്. അത് നമുക്ക് ഞാനൊന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. നമുക്ക് കുറച്ചുകൂടി ഫീച്ചേഴ്സ് പറയാനുണ്ടല്ലോ, എല്ലാം ഒന്ന് പറയാം. കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് നോക്കാം. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഒരു സ്ലൈഡ് ഡെക്ക് കണ്ടോ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രസന്റേഷൻ. ഇപ്പൊ ഈ ഞാൻ ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഒരു നോട്ട്ബുക്ക് എന്ന് പറയുന്നത് മാസ്റ്ററിംഗ് നോട്ട്ബുക്ക് എല്ലാം
എന്നുള്ള ഒരു നമ്മളെ ഇന്നത്തെ ചാപ്റ്ററിന് തന്നെ നമ്മളെ ഇന്നത്തെ ടോപ്പിക് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ നോട്ട്ബുക്ക് എല്ലാം ക്രിയേറ്റ് ചെയ്ത ഒരു PPT പ്രസന്റേഷൻ നമുക്കൊന്ന് തുറന്നു നോക്കാം. കാണുന്നുണ്ടോ? സീറോ ഹാലൂസിനേഷൻ ആങ്കർ അതാണോ? യെസ് അതെ. അത് ഈ നോട്ട്ബുക്ക് എല്ലാം തന്നെ നമ്മൾ കൊടുത്ത കണ്ടന്റിനനുസരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. കണ്ടോ? ഓരോന്ന് എത്ര മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ ഇതില് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രസന്റേഷനും വലിയ ഓഡിയോ ഒക്കെ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാനിത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പെട്ടെന്ന് ഓരോ ഫംഗ്ഷനും നമുക്ക് വിശദീകരിക്കാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നത്. ഇത് പ്രോ ആയതുകൊണ്ടാണോ ഇത് ഇത്രയും ഓപ്ഷൻസ് ഉള്ളത്? നമ്മൾ പേ ചെയ്തില്ലെങ്കിൽ അതെ ഉണ്ടോ ഇതൊക്കെ? പ്രോയില് നമുക്ക് കൂടുതൽ സോഴ്സുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പക്ഷെ കുറച്ചധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. മറ്റേ ഫീച്ചറിലും നമുക്ക് പ്രോ അല്ലെങ്കിലും കിട്ടുന്നതാണ്. ഫ്രീ ആയിട്ടുള്ളതിലും ഈ ഈ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പറഞ്ഞതെല്ലാം നമ്മളിപ്പോ മൊബൈലിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ മൈൻഡ് മാപ്പ് അതിൽ ഓപ്ഷൻ കാണുന്നില്ല. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ മൊബൈലിലും അവൈലബിൾ ആണ്. ഈ ഇൻഫോഗ്രാഫിക്കും ഒക്കെ അവൈലബിൾ ആണ്. ഓഡിയോ ഓവർവ്യൂ നമ്മൾ കേട്ടില്ലല്ലോ. ജസ്റ്റ് ഓഡിയോ ഓവർവ്യൂ നോക്കാം. സ്കൂൾ ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചോളൂ. ഇതിൽ ഓഡിയോ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. കേൾക്കാൻ പറ്റുന്നില്ല. വേറൊരു ഓഡിയോ എടുക്കാം. വേനലവധിക്ക് കുട്ടികളില്ലാതെ തീർത്തും ഒഴിഞ്ഞുകിടക്കുന്ന സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ നിങ്ങൾ എപ്പോഴെങ്കിലും ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഒരു എക്കോ പോലെ ഉണ്ടെന്നേ ഉള്ളൂ. കേൾക്കാം. അത് രണ്ട് ഡിവൈസ് ഒരുമിച്ചുള്ളതുണ്ട്. സോറി. നോ പ്രോബ്ലം. ഇതില് വേറൊരു പ്രത്യേകത എന്താ പറഞ്ഞാല് നമ്മള് ഫസ്റ്റ് നമ്മൾ ഒരു നോട്ട്ബുക്ക് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, ക്രിയേറ്റ് നോട്ട്ബുക്ക്. അപ്പൊ വരുന്ന സ്ക്രീനാണ് ഇത്. കണ്ടല്ലോ? ഇപ്പൊ ഇതിൽ നമ്മളെ കയ്യിൽ ഇപ്പൊ സോഴ്സ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾക്ക് ഇത് കുറെ സോഴ്സ് സജസ്റ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു സബ്ജക്ട് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തൊക്കെ സോഴ്സ് ഇത് തന്നെ തരുന്നത്, എങ്ങനെയാ അത് നമുക്ക് ഇതിൽ സോഴ്സ് ആയിട്ട് ആഡ് ചെയ്യാം എന്ന് നോക്കാം. ബോഡി ലാംഗ്വേജ്. യെസ്, താങ്ക് യു സർ. സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. ബോഡി ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സോഴ്സുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ബോഡി ലാംഗ്വേജ് വിക്കിപീഡിയ. നമുക്കിത് വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇമ്പോർട്ട് എന്ന് കൊടുക്കുകയാണ്. ഒരുപാട് ടോപ്പിക് ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ സെലക്ട് സോഴ്സ് എന്നുണ്ടോ, നമുക്ക് ഇതിൽ സോഴ്സ് ആയിട്ട് ആഡ് ചെയ്യാം. അതായത് നമ്മൾക്കിപ്പോ
പഠിക്കണം എന്നുള്ള താല്പര്യം മാത്രം മതി, പഠിക്കാനുള്ള അവസരങ്ങൾ നിരവധിയാണ് എന്നുള്ളതാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നോക്കിയേ, നമ്മൾ ഈ കാണാൻ അപ്ലോഡ് കഴിയുന്നില്ലേ നിങ്ങൾക്ക്? ചെയ്യുമ്പോഴേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ നമ്മൾ കോണ്ടന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിലുള്ളത് അത് ക്ലിയർ ആയിട്ട് ശരിയായിട്ട് വരുമോ? തീർച്ചയായിട്ടും ഹാൻഡ് റൈറ്റ് ഇതിപ്പോ ജെമിനിയുമായിട്ട് ക്ലബ് ചെയ്തിട്ടാണ്. നമുക്കിപ്പോ ജെമിനി ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ നോട്ട്ബുക്ക് എലമെന്റ് ഫീച്ചർ അവിടെ തന്നെ കാണാൻ പറ്റും. ജെമിനി ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് കാണാൻ കഴിയും. ഈ ഒരു കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇത് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സംഗതി കാണാം. അവിടെ ജെമിനിയും കൂടി ഇപ്പൊ ഓപ്ഷൻ ആയിട്ട് ആഡ് ചെയ്ത് സോറി നോട്ട്ബുക്ക് എല്ലാം കൂടി ജെമിനിയുടെ സ്ക്രീനിൽ തന്നെ ആഡ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പിന്നെ മാം ചോദിച്ചത് എന്തായിരുന്നു മാം? ഞാൻ ചോദിച്ചത് ഇപ്പൊ നമ്മുടെ കയ്യിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ട്രെയിനിങ്ങിന്റെ കോഴ്സ് എടുത്തു, അപ്പൊ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ആഡ് ചെയ്യണം. പക്ഷെ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ നോട്ട്ബുക്കിൽ. അതെ 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 നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങും അതിന് കൃത്യമായിട്ട് മനസ്സിലാവും. അല്ലാതെ നമ്മള് ചുരുക്കിയൊക്കെ എഴുതിയത് മനസ്സിലാവില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളെ ഫൈസൽ സാറിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കണ്ടന്റ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടന്റ് ജസ്റ്റ് ഇതിൽ അപ്ലോഡ് ചെയ്തപ്പോ എനിക്കതൊരു പോസ്റ്ററാക്കി സിമ്പിൾ ആയിട്ട് മാറ്റാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. അപ്പൊ ആ കണ്ടന്റ് ജസ്റ്റ് നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടന്റ് അവിടെ കിടന്നോളും. നമുക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് മാത്രം മതി അതിലുള്ള വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. പ്രസന്റേഷൻ ആക്കണമെങ്കിൽ അങ്ങനെ, മൈൻഡ് മാപ്പ് ആക്കണമെങ്കിൽ അങ്ങനെ. അപ്പൊ നമ്മള് ഫോട്ടോ എടുത്തിട്ടാ മതി അല്ലേ? ഫോട്ടോ എടുത്തിട്ടാ മതി. ഇപ്പൊ നമ്മൾ നേരത്തെ ഇപ്പൊ കുറെ സോഴ്സുകൾ പറഞ്ഞില്ലേ, ആ സോഴ്സുകളൊക്കെ ഇവിടെ കണ്ടോ? സെലക്ട് സോഴ്സസ്. ഇതിൽ എനിക്ക് ആവശ്യമില്ലാത്ത സോഴ്സുകൾ ഉണ്ടെങ്കിൽ ഇത് ആവശ്യമുള്ള മാത്രം സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടല്ലോ അല്ലെ? എക്സ്ക്യൂസ് മീ സർ, നമ്മൾ ഫോട്ടോ എവിടെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്? എവിടെയാണ് ഏത് ഇതിലാണ് കൊടുക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി പറയാം. ഇതേ നമ്മള് ക്രിയേറ്റ് നോട്ട്ബുക്ക് കൊടുത്തു. ഓക്കെ. അപ്പൊ നമുക്ക് അപ്ലോഡ് ഫയൽസ് വേണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിവിടെ ഞാനിപ്പോ ഇവിടെ കുറെ ഫയൽസ് ഉണ്ടാവും. ജസ്റ്റ് ഇതില് PDF ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് PDF ഫയൽസ് നമുക്ക് കൊടുക്കാം, ഇമേജ് ഫയൽസ് നമുക്ക് കൊടുക്കാം. ഇമേജ് ഫയൽസ് ഇതിൽ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇത് കണ്ടോ, യൂട്യൂബ് ലിങ്ക്സ് ജസ്റ്റ് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ പേസ്റ്റ് ചെയ്താൽ മതി. നമ്മളിപ്പോ സാറിന്റെ ഒരു ക്ലാസ്, സാറിന് ഇപ്പോ നമ്മളിപ്പോ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലാസ് നമുക്ക് മിസ്സായിപ്പോയി. കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളിത് ആ ക്ലാസിന്റെ പിന്നെ അത് പബ്ലിക് ആയിരിക്കണം എന്നുണ്ട്. പബ്ലിക് ആണെങ്കിൽ നമുക്ക് ആ ക്ലാസിന്റെ യൂട്യൂബ് ലിങ്ക് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു കണ്ടന്റ് അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. എന്തായാലും ക്ലാസ് മുഴുവൻ കവർ ചെയ്യുന്ന പോലെ ഇരിക്കില്ല, എന്നാലും നമുക്കൊരു ബേസിക് ഐഡിയ, സമ്മറി തീർച്ചയായിട്ടും കിട്ടും. അതേപോലെ വേറൊരു ഫംഗ്ഷൻ ആണ് ഇവിടെ കാണുന്ന റിപ്പോർട്ട്സ്. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റിപ്പോർട്ട്സ്. നമുക്ക് വേറെ ഒരു സാധനം എടുക്കാം. റിപ്പോർട്ട്സിൽ ഒരുപാട് ഫീച്ചർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്നും നോക്കുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് ഓരോ കാര്യങ്ങൾ. ഇതിൽ ക്രിയേറ്റ് യുവർ ഓൺ ബ്രീഫിംഗ് ഡോക്യുമെന്റ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വലിയ ഒരു 100 പേജുള്ള ബുക്ക് 200 പേജുള്ള ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇതിന് PDF ആയിട്ട് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്കിൽ നമുക്ക് ബ്രീഫ് ചെയ്ത് കിട്ടും. പിന്നെ നമുക്കൊരു സ്റ്റഡി ഗൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അതേപോലെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട് ഈ റിപ്പോർട്ട്സിൽ. ഇവിടെ കാണുന്നില്ലേ, ഈ റിപ്പോർട്ട് തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ചെയ്യാം. കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റിപ്പോർട്ട് ഇങ്ങനെ വേണം, ഈ റിപ്പോർട്ടിൽ
ഈ ഒരു ഫോർമാറ്റിൽ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത് ഇവിടെ കൊടുക്കാം. ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് ആവും. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് സ്പീഡാക്കിയാണ് പറഞ്ഞത്. നമ്മൾ ചെയ്ത് പരിശീലിക്കേണ്ട കാര്യങ്ങളാണിത്. പക്ഷെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ ഇപ്പൊ എനിക്ക് ആ മക്കൾക്ക് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 5ാം ക്ലാസ്സിലതും 3ാം ക്ലാസ്സിലും ഒക്കെ പാഠഭാഗങ്ങൾ മുഴുവൻ വായിച്ചു നോക്കാതെ ജസ്റ്റ് അതിന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് കുട്ടികൾക്ക് ഈ കിസ് ഒക്കെ കിട്ടുന്ന സമയത്ത് കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ് കിസ് ചെയ്യാനായിട്ട്. ഓക്കെ. ഈ കാര്യം ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, ഫ്ലാഷ് കാർഡും കിസ്സും ഒക്കെ. അതില് ഇപ്പൊ നമ്മള് കൊടുക്കുന്ന നോട്ട്ബുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കേണ്ട താമസം ഇത് മാത്സ് ഒക്കെ കൊടുത്തതാണ്. ഇതില് കിസ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതിലൊന്ന് അക്കാദമിക് കിസ് ഇത് കണ്ടോ, ഈ കിസ്സൊക്കെ കുട്ടികൾക്ക് കുറച്ച് താല്പര്യമുള്ള വിഷയമാണ്. അപ്പൊ ഇതേപോലെ നമുക്ക് പാഠഭാഗങ്ങളൊക്കെ ക്വിസ് ആയിക്കൊണ്ടും ഫ്ലാഷ് കാർഡ് ആയിക്കൊണ്ടും കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മളൊരു റിസർച്ച് നടത്തുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു PSCക്ക് പഠിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ കണ്ടന്റ് എല്ലാം നമ്മളെ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരു FAQ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പരിശീലിക്കാം. ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ. ഇതേപോലെ തന്നെയാണ് നമ്മളെ ജമിനയും. ഇത് 2 ടൂളുകളും നമ്മൾ നിർബന്ധമായിട്ടും കൂടുതലായിട്ട് സാധാരണ ഇപ്പോഴും കുറെ ആളുകൾ നമ്മൾ ഒരു ജമിനിയൊക്കെ യൂസ് ചെയ്യുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത പോലെ ഒരു വെറും സെർച്ച് എഞ്ചിൻ ആയിട്ട് മാത്രമാണ്. അങ്ങനെയല്ല, അതിൽ ഒരുപാട് ഫീച്ചറുകൾ ഉണ്ട്. നമുക്കിപ്പോ ഒരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ അതിനെ ഒരു പേഴ്സണൽ ട്യൂട്ടർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു അതൊരു എന്താണ്, അങ്ങനെ ആക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തരുമെന്നുള്ളതാണ്. അപ്പോ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ക്ലിയർ ചെയ്യാം. ഏതാണ്ട് ഇതിലുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റുഡിയോയിൽ കാണുന്ന ഓപ്ഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാനുള്ള സമയമാണ്. ഹലോ, എന്തെങ്കിലും ചോദിക്കാനും പറയാനും? സംഭവം കൊള്ളാം. നമ്മുടെ നോട്ട്സിന്റെ ഒക്കെ സമ്മറി ആക്കാൻ നമ്മുടെ തന്നെ ഹാൻഡ് റൈറ്റിംഗിലുള്ളതൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. പിന്നെ ഇതിനകത്ത് കുറേയേറെ ജസ്റ്റ് ലൈക്ക് യു സെഡ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒത്തിരി പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു. ഈവൻ മൈൻഡ് മാപ്പ് വരെ ഉണ്ടാക്കി കൊടുക്കുമെങ്കിലേ ക്വിസ്, മൈൻഡ് മാപ്പ്, ഫ്ലാഷ് കാർഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത് അവർക്ക് ഒരു പെട്ടെന്ന് സമ്മറി ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് കിട്ടുമല്ലോ. അത് വലിയ നമുക്ക് പുസ്തകങ്ങളൊക്കെ ആണെങ്കിലും മാം നമുക്കൊരു ഓഡിയോ ആയിട്ട് കേൾക്കുമ്പോൾ രണ്ടുപേര് ചർച്ച ചെയ്യുന്ന രീതിയിൽ, അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്ക് ഡൗട്ടും ചോദിക്കാം. സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്തുകൊണ്ട് ഡൗട്ടും ചോദിക്കാം. നമ്മൾ ഇത്രയും സംശയമായിട്ടിരിക്കുന്നു, ഈ കുഞ്ഞുങ്ങളുടെ കയ്യിലോട്ട് കൊടുത്താൽ ഐ എം ഷുവർ ദാറ്റ് അവര് വളരെ ഈസി ആയിട്ട് ഇതിപ്പോ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവാം ഈ നോട്ട്ബുക്ക് എല്ലാം അല്ലേ. എന്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാള്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടുപേരും യൂസ് ചെയ്യുന്നുണ്ട്. തന്നെ എടുത്ത് കയറി ചെയ്തോളും. കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും, അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇറ്റ്സ് എ വെരി ഗുഡ് ടൂൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഏത് ടൂളും നമ്മൾ തന്നെത്താൻ കയറി എടുത്ത് ചെയ്താലേ അത് പരിചയമാവത്തുള്ളൂ. ബട്ട് ഐ എം ഷുവർ ദാറ്റ് ഇറ്റ് ഹാസ് എ ലോട്ട് മോർ ഓപ്ഷൻസ് ദാൻ വട്ട് വി നോ. സോ പേഴ്സണലി കയറി ചെയ്ത് നോക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ. ബട്ട് ഫ്രം വാട്ട് ഐ ഹാവ് ഹേർഡ് ഇറ്റ് ഈസ് എ ബെനിഫിഷ്യൽ ടൂൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. നല്ലതായിട്ട് അതെല്ലാം കവർ ചെയ്തു. അതിന്റെ ആ എടുത്ത് കാണിച്ച കാരണം കുറെ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ടേ ഓരോ ഭാഗവും മനസ്സിലാക്കി എടുക്കാനായിട്ടും സാധിച്ചു. സോ ദാറ്റ് വാസ് എ ഗുഡ് എഫേർട്ട് ഓൺ യുവർ പാർട്ട്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഫൈസൽ ജി ഇല്ലേ, ഏതൊരു ഇത് വരുമ്പോഴും അതിന്റെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ മാത്രം പറയാം. ഈ കാൽക്കുലേറ്റർ ആ മെഷീൻ വന്നതോടുകൂടി മിക്കവർക്കും സിമ്പിൾ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ പോലും ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഇവിടെ ഒരു സ്റ്റോറിൽ ചെന്നിട്ട് ഒരു $7
ഒരു 82 സെന്റ് ആയിരിക്കും അതിൻ്റെ സാധനം. ഞാൻ അവർക്ക് $10 കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 32 സെന്റും കൂടെ കൊടുക്കുന്നു വെച്ചോളൂ. ഇതിൽ ഞാൻ കൊടുക്കുന്നത് എനിക്ക് 18 സെന്റ് ആയിട്ട് വേണ്ട, ഒരു 50 സെന്റ് 2 ക്വാർട്ടർ തരാനായിട്ടാണ് കൊടുക്കുന്നത്. അവരിങ്ങനെ മിഴിച്ച് നിൽക്കുകയാണ്. ദിസ് വൺ ഈസ് വള്ളി $10 ആൻഡ് യു ആർ ഗിവൺ 10.32. അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് സിമ്പിൾ അഡീഷൻ. ദേ ആർ ഓൾ ഡിപ്പെൻഡന്റ് ഓൺ ദാറ്റ് കാൽക്കുലേറ്റർ. പണ്ടൊക്കെ അടിച്ച് ഗുണിച്ചിങ്ങനെ മനപ്പാടം ഇങ്ങനെ പെട്ടെന്ന് തന്നെ 9 8 എത്ര 72 ഉടനെ പറയും, മറ്റേ എത്ര കുറയ്ക്കാനായിട്ട്. അത് കാൽക്കുലേറ്റർ ഒന്നുകൂടി ഇത് പോയി കഴിഞ്ഞു. അതേപോലെ ഈ പുതിയ ഗാഡ്ജറ്റ്സ് വരുമ്പോൾ എന്നൊരു അറിയാമോ, ആ ബ്രെയിൻ ആ മൈൻഡ് എക്സസൈസ് ചെയ്യുന്നില്ല. പിന്നെ വി ആർ ടോട്ടലി ബിക്കമിങ് എ സ്ലേവ് ടു ഈ ഗാഡ്ജറ്റ്സ്. നമ്മളെ മെമ്മറിയിൽ ഇതൊന്നും തന്നെ നിൽക്കുന്നുമില്ല. ഓർമ്മയിൽ നിർത്തത്തില്ല. എപ്പോഴാണെങ്കിലും നോക്കിയാൽ മതിയല്ലോ. സോ ദാറ്റ് ഈസ് എ പ്രോബ്ലം. ഈവൻ 100% ശരിയാണ് സാർ. കാരണം being a ഞാൻ doctor, ഇന്നലെ ഒരു വയസ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സോറി അല്ല ഫൈസൽ ജി, മെഡിക്കൽ പ്രൊഫഷനിൽ ഏറ്റവും വലിയ കുഴപ്പമെന്ന് അറിയപ്പോഴേ മിക്കവർക്കും ആ മരുന്നിന്റെ ഡോസ് അറിഞ്ഞുകൂടാ. ഡോക്ടേഴ്സ് റൗണ്ട്സിന് പോകുമ്പോഴേ ഉടനെ വാട്ട് ഡോസ് അവരെ കിട്ടുകയാണ്. അതെല്ലാം അടിച്ചു നോക്കാണ്. അത് മാത്രമല്ല, എനിക്കിതിനോട് പറയാനുള്ളത്, ഞാൻ വൈഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പ് എനിക്ക് ഒരുപാട് മൊബൈൽ നമ്പറുകൾ കാണാതെ അറിയായിരുന്നു. ഇപ്പൊ എനിക്ക് നിന്റെ നമ്പർ വരെ എനിക്ക് ഡൗട്ട് ഉണ്ടാവും. പല നമ്പർ 1-2 നമ്പർ മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ അതേപോലെ കുട്ടികളുടെ കാര്യം, പൈസക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും. അതെ കുട്ടികളുടെ കാര്യം, കുട്ടികൾക്ക് ഈ പിന്നെ ഇവരിങ്ങനെ റീൽസ് മാറി മാറി കാണുന്നതുകൊണ്ട് ഒരുപാട് സമയമൊന്നും ഇരിക്കാൻ കഴിയില്ല. വളരെ പെട്ടെന്ന് അവര് ഒരു കാര്യം പറഞ്ഞാൽ പഠിക്കാൻ ഒരുപാട് അവസരങ്ങളും ടെക്നോളജി ഉണ്ടെങ്കിലും അവർക്ക് ശ്രദ്ധ വളരെ കുറച്ച് സമയം മാത്രമേ പിടിച്ചെടുക്കാൻ കഴിയുന്നുള്ളൂ. ഒരു വിധത്തിൽ പറഞ്ഞാല് ഈ ഫോറത്തിലേക്ക് പറയുന്ന ADHD അത് കൂടാനായിട്ടുള്ളൊരു കാരണം ഇതേപോലുള്ളതാണ്. ADHD വന്ന കാരണം ഇന്ന് എല്ലാം സ്ക്രോൾ ചെയ്ത് അതിൽ പോകുന്നു, ഇതിൽ പോകുന്നു, ഇതിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. പിള്ളേർക്ക് ഒന്നും തന്നെ ഒരു സ്റ്റോപ്പ് ചെയ്ത് കുറച്ചു നേരം നോക്കാനായിട്ടുള്ള ആ പേഷ്യൻസ് ഇല്ല. റീസൺ ഫോർ ദിസ് ADHD. അല്ല, ഇത് ഏത് ടെക്നോളജി ആണെങ്കിലും നമ്മൾ അതേലെ ഫുള്ളി ഡിപ്പെൻഡന്റ് ആകാതിരിക്കുക, അത് ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ അതിലങ്ങ് ഡിപ്പെൻഡന്റ് ആയി പോയാൽ ഇതിൽ ബി നമ്മുടെ ബ്രെയിൻ, ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ ഈ ബ്രെയിനിന്റെ ഫങ്ഷനിങ് ഒക്കെ കുറയും, മെമ്മറിയും കുറയും. സോ അപ്പൊ അതുകൊണ്ട് ഫുള്ളി മക്കളെ ആണെങ്കിലും അതിൽ ടോട്ടലി ഡിപ്പെൻഡന്റ് ആയിട്ട് അത് മാത്രം ഉപയോഗിക്കാതെ അല്ലാതെ തന്നെത്താനും വർക്കൗട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് അവർക്കും മനസ്സിലാക്കി കൊടുക്കണം. അതെ ടെക്നോളജി, നമ്മൾ പറയും ടെക്നോളജി ഒരിക്കലും നമ്മളെ റീപ്ലേസ് ചെയ്യില്ല. പക്ഷെ ചിലപ്പോൾ ടെക്നോളജി പഠിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവര് നമ്മളെ റീപ്ലേസ് ചെയ്യും. അവര് നമ്മളെ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ജോലി ചിലപ്പോ സ്മാർട്ടായിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ കയറി പെട്ടെന്ന് ക്ലിക്ക് ആവുമല്ലോ. അപ്പൊ നമ്മൾ അതുമായിട്ട് നിർബന്ധമാണ് അതുമായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് ചിരിക്കാൻ മാത്രമല്ല ചിന്തിക്കാൻ കൂടിയാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്ത പറയാൻ വന്നത് പെട്ടെന്ന് ചിരി വരികയായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ സ്റ്റുപ്പിഡിറ്റി കുറെ കൂടെ കൂടും. നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റുപ്പിഡിറ്റി അതങ്ങ് കൂടും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇറ്റ് ടേക്സ് ഓവർ. ആ നാച്ചുറൽ ഇന്റലിജൻസ് ഉണ്ടല്ലോ അത് ഡെവലപ്പ് ചെയ്യത്തില്ല. അതാണ് ഒരു ഫാക്ട്. Thank you, sir. Thank you so much. I guess that's a reality that we have to face. യെസ്, ഇനി ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനോ ഫീഡ്ബാക്കോ പറയാനുണ്ടെങ്കിൽ വേഗം പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ വി വിൽ വൈൻഡ് അപ്പ്. നമ്മുടെ ടൈം ഏതാണ്ട് ആയി. അംബിക മാം ഓഡിബിൾ അല്ല. ഹലോ ഫൈസൽ, ഹലോ കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. ആ നോട്ട് ബുക്ക് എല്ലാം എന്നുള്ള ആ ഒരു പോർഷന്റെ ഇൻട്രൊഡക്ഷൻ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ്സിനൊന്നും കാര്യമായി എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. AI എന്ന് പറയുന്ന ആരെയും പിടിച്ച് തിന്നാനെന്ന് വന്ന സാധനമൊന്നും അല്ല. നോട്ട്ബുക്ക് എല്ലാമിൻ്റെ ആ സ്കോപ്പ് എന്ന് പറയുന്നത് ഈ നമുക്ക് പറയാൻ വിചാരിച്ച ഇതിനപ്പുറമാണ്. കാര്യം എഡ്യൂക്കേഷൻ ആണെങ്കിലും മെഡിക്കൽ ഫീൽഡാണെങ്കിലും എഞ്ചിനീയറിംഗ് ഫീൽഡാണെങ്കിലും കോൺസെപ്റ്റ്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന ആ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് അമേസിങ്.
ഇതിനെന്ന് പറയുന്ന മറ്റൊരെണ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇതുവരെയും വന്നിട്ടില്ല. അത് മാത്രമേ ഇന്നലെ തന്നെ അവർ വേറെ പുതിയൊരു ഓപ്ഷൻസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു പുതിയ ടെക്നോളജി ഇതിനകത്തേക്ക് കൊണ്ടുവന്നു. നമ്മുടെ ഈ ട്രെയിനർ സ്റ്റോക്കിൽ എടുത്ത് പ്രസന്റ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ഗുഡ് ലക്ക്. താങ്ക് യു സതീശൻ സാർ, താങ്ക് യു സോ മച്ച്. ഏതായാലും ഇതിന് അറിയാൻ മേലാത്ത സാധനത്തിനെ പറ്റി പഠിപ്പിച്ചു തന്നു, അതൊരു വലിയ കാര്യം. താങ്ക് യു. അംബിക മാമിനെ കേക്കത്തില്ല കേട്ടോ, ശബ്ദമില്ല. വായ അനങ്ങുന്ന കാണാം, ശബ്ദം വരുന്നില്ല. ഇന്നലെ ജാഥയ്ക്ക് പോയിരുന്നു. ഇന്നലെ നിങ്ങളെല്ലാവരും എല്ലാവരും മറ്റേ സൈൻ ലാംഗ്വേജ് പഠിക്കണം. അതാ അപ്പോഴേ നമുക്കിപ്പം ഈ അംബിയാജി പറയുന്നത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ലിപ്പ് റീഡിംഗ് ഒക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. അതാ അല്ല, സാധാരണ പറയുന്ന കേൾക്കുന്ന, ഇന്നിപ്പോ എന്ത് പറ്റിയോ എന്തോ. ഓക്കെ, ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ. തീർച്ചയായിട്ടും നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും അതെങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നത് എന്നുള്ളത് ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ ഫൈസൽ സാറിന് വളരെ നല്ലൊരു ഇൻട്രോ തന്ന സന്ധ്യ മാമിന് ഒരുപാട് നന്ദി. സോ ഇതേപോലെ മറ്റൊരു ട്രെയിനറുമായി നമുക്ക് വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. വന്നു ചേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Thank you all. Thank you. Good night. Good night.